നമസ്കാരം. പ്രധാന വാർത്തകൾ. മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച കലാഭവൻ നവാസ് കണ്ണീരണിയിച്ച് മടങ്ങി. വിയോഗവിവരം വിശ്വസിക്കാനാകാതെ ഓടിയെത്തിയവർ ചേതനയേറ്റ ഭൗതിക ശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി. നൊമ്പരം നിറയുന്ന കാഴ്ചകൾക്കാണ് ആശുപത്രിയും നവാസിന്റെ വീടും ആലുവ ടൗൺ ജുമാ മസ്ജിദ് പരിസരവും സാക്ഷ്യം വഹിച്ചത്. ഭാര്യയും നടിയുമായ രഹനയുടെയും മക്കളുടെയും കണ്ണീർ നാടിന്റെയാകെ വേദനയായി. താങ്ങാനാകാത്ത സങ്കടം കണ്ണീരായി ഒഴുകിയപ്പോൾ സഹോദരനും നടനുമായ നിയാസിനെ ആശ്വസിപ്പിക്കാനും സഹപ്രവർത്തകർ വിഷമിച്ചു. നവാസിന്റെ ഓർമ്മകൾ പങ്കുവച്ച സിനിമാ സുഹൃത്തുക്കളൊക്കെ കണ്ണീരടക്കാൻ പാടുപെട്ടു. 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ. സ്കൂളിലെ അധ്യാപകർക്കെതിരെ കേസെടുത്തു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ്സുകാരി ആഷിർ നന്ദയുടെ ആത്മഹത്യയിൽ സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തു. അധ്യാപകർക്കെതിരെ ബാലപീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി. സിസ്റ്റർ ജെയ്സി, സ്റ്റെല്ല ബാബു, അർച്ചന എന്നീ അധ്യാപകർക്കെതിരെയാണ് കേസെടുത്തത്. മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആഷിർ നന്ദയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായും കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ഫാസ്ടാഗിൽ പണമില്ല. KSRTC ബസ് പാലിയേക്കരയിൽ കുടുങ്ങി. യാത്രക്കാർ പെരുവഴിയിലായത് അരമണിക്കൂർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ KSRTC ബസ് തടഞ്ഞു. ഫാസ്ടാഗിൽ പൈസ ഇല്ലാതിരുന്നതോടെയാണ് ബസ് തടഞ്ഞത്. അരമണിക്കൂറോളം യാത്രക്കാർ ദുരിതത്തിലായി. മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റിവിട്ടു. KSRTCയുടെ വീഴ്ചയാണെന്നാണ് ടോൾ പ്ലാസ അധികൃതരുടെ വിശദീകരണം. കന്യാസ്ത്രീകളുടെ മോചനം. ക്രെഡിറ്റിൽ തർക്കം. ആരോപണവുമായി നേതാക്കൾ. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായതിനു പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ തർക്കം. കന്യാസ്ത്രീകളുടെ മോചനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. ജയിൽ മോചിതരായി പുറത്തിറങ്ങുന്ന കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ ജയിലിന് പുറത്ത് എത്തിയിരുന്നു. പുറത്തെത്തിയ കന്യാസ്ത്രീകളുടെ കൈപിടിക്കാനും ഷാളണിയിക്കാനുമായി നേതാക്കളും എംപിമാരും MLAമാരും തിരക്കുകൂട്ടി. ഇതിനുശേഷമായിരുന്നു മോചനത്തിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച അവകാശവാദങ്ങൾ ഉയർന്നത്. മെസ്സി കേരളത്തിലേക്ക് എത്തില്ല. താരം ആദ്യമിറങ്ങുക കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സന്ദർശനത്തിനായി എത്തുന്ന സോക്കർ ഇതിഹാസം ലയണൽ മെസ്സി ആദ്യമിറങ്ങുക കൊൽക്കത്തയിൽ. മുംബൈയിൽ പരിപാടിക്കായി വാങ്കഡെ സ്റ്റേഡിയം ബുക്ക് ചെയ്തു കഴിഞ്ഞതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഡിസംബർ 12-ന് രാത്രി 10 മണിയോടെയാണ് കൊൽക്കത്തയിൽ താരം ഇറങ്ങുക. ഇവിടെ 2 നാൾ തങ്ങിയ ശേഷമാകും മറ്റിടങ്ങളിലെ പരിപാടികൾ. മെസ്സി എത്തുമ്പോൾ കൂടെ വൻ താരനിരയും ഉണ്ടാകും. അതേസമയം താരം കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന് അധികൃതർ അറിയിച്ചു. നവംബറിൽ മെസ്സി എത്തുമെന്ന് നേരത്തെ മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു.